ഉം. പരീക്ഷാകാലമാണ്. കുട്ടികളെക്കാൾ മാതാപിതാക്കൾക്കാണ് ആദി. മാനസിക സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം? ബോർഡ് പരീക്ഷ അടക്കമുള്ളവ അടുത്തെത്തിക്കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദം നേരിടുന്ന കാലം കൂടിയാണ് ഈ പരീക്ഷാകാലം. വിദ്യാർത്ഥികൾ മാത്രമല്ല, മാതാപിതാക്കളും വലിയ സമ്മർദ്ദം നേരിടുന്ന കാലം കൂടിയാണിത്. പരീക്ഷ എഴുതുന്നതിന് മുൻപ് എല്ലാ വിഷയങ്ങളും പഠിച്ചു തീരുമോ, പഠിച്ച കാര്യങ്ങളെല്ലാം ശരിക്കും എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്തകളാകും കുട്ടികളെ അലട്ടുക. മാതാപിതാക്കൾക്കും ഇക്കാലത്ത് ഈ ആദികൾ ഉണ്ടാകും. എങ്ങനെയാണ് ഈ സമ്മർദ്ദം മറികടക്കുക? അതിന് ചില വഴികളുണ്ട്. പരീക്ഷാകാലത്ത് മാതാപിതാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം നേരിട്ടോ അല്ലാതെയോ കുട്ടികളെയും ബാധിക്കും. അതിനാൽ ഇത്തരം ടെൻഷൻ ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത്. ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തിക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് കുട്ടികളുടെ കഴിവിൻ്റെ അവസാന വാക്കാണെന്ന ധാരണ മാറ്റണം. പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം അവരിൽ എത്തിക്കഴിഞ്ഞു എന്നറിയാനുള്ള അവലോകനം മാത്രമായി പരീക്ഷയെ കാണണം. മറ്റുള്ള കുട്ടികളുമായി സ്വന്തം കുട്ടികളെ താരതമ്യപ്പെടുത്താതിരിക്കുക. സമാനമായ സാഹചര്യം നേരിടുന്ന മാതാപിതാക്കളുമായി തുറന്ന് സംസാരിക്കുക. ഇത്തരം സംസാരം ഒരു പരിധിവരെ മാതാപിതാക്കളിലെ പരീക്ഷാപ്പേടി കുറയുന്നതിന് സഹായകരമാകും. പാഠപുസ്തകങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് കുട്ടികളെ സഹായിക്കുക. അവർക്ക് പിന്തുണയുമായി എപ്പോഴും ഒപ്പമുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായകരമാകും. പരീക്ഷാകാലത്ത് ശ്രദ്ധക്കുറവ്, ഉറക്കമില്ലായ്മ, തലവേദന പോലുള്ളവ കുട്ടികളെ ബാധിച്ചേക്കാം. ഉറക്കമൊഴിച്ചുള്ള പഠനം മാനസിക സമ്മർദ്ദം കൂട്ടാനേ ഉപകരിക്കൂ. നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയുമാണ് വേണ്ടത്. പരീക്ഷാ ദിവസം ചിലരെങ്കിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. ഇതൊരിക്കലും ചെയ്യരുത്. പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയുന്നതിന് കുട്ടികൾക്ക് സഹായകരമാകും. പരീക്ഷാ സമയത്ത് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ആദ്യം ഉത്തരം എഴുതുക. പരീക്ഷകളെ നേരിടുമ്പോൾ ഇങ്ങനെ സമയക്രമം പാലിക്കുന്നതിന് കുട്ടികൾ മുൻതൂക്കം നൽകുകയാണ് വേണ്ടത്. പരീക്ഷാ സമയങ്ങളിൽ കൃത്യമായ ഉറക്കത്തിനും വ്യായാമം പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തുക. പതിവിൽ കവിഞ്ഞുള്ള സമ്മർദ്ദം കുട്ടികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ മാത്രം വിദഗ്ധരുടെ ഉപദേശം തേടുക.